ഹലോ ഹായ്. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കൂടെ ഉള്ളത് ലിജോ ചേട്ടൻ, മിൽമ വണ്ടിയിൽ തന്നെയാണ്. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറ മിൽമയിൽ നിന്നും പള്ളുരുത്തി മിൽമ ഹബിലേക്ക് ലോഡുമായിട്ട് പോകുന്നതാണ്. ഓൾറെഡി മിൽമയ്ക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഒന്നും പിടിക്കുന്നില്ല. അപ്പം അവിടുന്ന് പോയി ലോഡൊക്കെ കയറ്റി പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ വീഡിയോ പിടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് പള്ളുരുത്തി മിൽമ ഹബിലേക്ക് ഏറെക്കുറെ ഒരു അരമണിക്കൂറത്തെ യാത്രയുണ്ട്. അത്യാവശ്യം നല്ല ചൂടുണ്ട്. അതിലുപരിയായിട്ട് അത്യാവശ്യം റോഡിലൊക്കെ തിരക്കുകളുണ്ട്. അപ്പം ഇതിൻ്റെ അകത്താണ് നമ്മൾ ഈ കൊണ്ടുവന്ന ലോഡ് മുഴുവൻ സ്റ്റോക്ക് ചെയ്യേണ്ടത്. അത് നാളത്തേക്കിന് ചെറുവണ്ടികൾക്ക് സപ്ലൈ ചെയ്യാനായിട്ടുള്ള ലോഡുമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഇതാണ് മിൽമ ഹബ്. ഫുൾ ഫ്രീസർ റൂമാണ്. ഇതുണ്ടല്ലേ, ഇതിൻ്റെ അകത്ത് നമ്മൾ കൊണ്ടുവന്ന ലോഡ് അതൊക്കെ ഹബിലേക്ക് ഇറക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് ഫുള്ള് കാലിട്ര കയറ്റണം. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന എത്രയാണോ അത്രയും തന്നെ കാലിട്ര തന്നെ കയറ്റണം. അതും കയറ്റി ലോഡ് കാലിട്ര എല്ലാം കയറ്റി കഴിഞ്ഞ് നമ്മൾ പോകാനുള്ള പരിപാടിയായി. അപ്പം ഇവിടെ തന്നെ മിൽമയുടെ ഒരു ഷോപ്പും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഓരോ സോഡ സർബത്തും കുടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ച് മിൽമയിലേക്കുള്ള യാത്രയാണ്. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കാലിട്ര ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. വരാൻ പറഞ്ഞിട്ട് വരുന്നില്ല. അവിടെ കഥയും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ലിജോ ചേട്ടൻ. അങ്ങനെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം റോഡിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. എറണാകുളത്ത് എന്തോ പരിപാടിയൊക്കെ ഉണ്ട്. അതിൻ്റെ പുറത്താണ് ഈ പറയുന്ന റോഡിൽ ഫുൾ ഇത് നല്ല തിരക്ക് വന്നിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഭയങ്കര ചൂടുമാണ്. ഇന്നത്തെ ജോലിയെല്ലാം ഏറെക്കുറെ ഒന്ന് ഒതുങ്ങിയിട്ട് മടുത്ത് ക്ഷീണിച്ച് വണ്ടിയുടെ സൈഡിൽ നിന്ന് കാറ്റുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്ന വഴിക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും റോഡിൻ്റെ കാണിക്കാതെ നേരെ തന്നെ തൃപ്പൂണിത്തുറ എത്തി, മിൽമയിലെത്തി. മിൽമയുടെ ഫ്രണ്ടിൽ തന്നെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ടായി. അതുകൊണ്ട് പിന്നെ അകത്തോട്ട് കയറി ഇച്ചിരി താമസിക്കേണ്ടി വന്നു. അങ്ങനെ മിൽമയ്ക്ക് അകത്തേക്ക് കയറി. ഇനിയിപ്പോൾ കാലിട്ര ഇറക്കുന്ന ഒരു പണി മാത്രമേ ഇവിടെ ഉള്ളൂ. കാലിട്ര ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം. കാലിട്ര എല്ലാം ഇറക്കി കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പം ചുറ്റും ഭാരത് ബെൻസിൻ്റെയും അതുപോലെ ടാറ്റേൻ്റെ എല്ലാം വലിയ ടാങ്കറുകൾ കിടക്കുന്നു. അപ്പോൾ ഞാനതും നോക്കി കുറച്ച് നേരം അവിടെ നിന്ന്. ചുറ്റുപാടൊന്നും ഒരു മനുഷ്യനുണ്ടായില്ല. എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഞാനവിടെ കറങ്ങി തിരിഞ്ഞ് നിന്നു. ചുമ്മാ ഒറ്റയ്ക്കാകുമ്പോഴല്ലേ വീഡിയോ പിടിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ എല്ലാവരും ചോദിക്കത്തില്ല എന്ത് ചെയ്യും. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വരുന്ന നമ്പർ ബൈ.